അപ്പോൾ ഞാനവിടെ പോയി നോക്കുമ്പോൾ അവർ എന്നോട് ഒരു വാച്ച് കൊണ്ടാ എന്നെ വിഷുവിന് കൊണ്ടുപോകാൻ വരുമോ എന്നൊക്കെയാണ് എന്നോട് ചോദിക്കുന്നത്. അവരൊക്കെ സജീവമായിട്ട് ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനൊക്കെ ഉണ്ട്. ഇപ്പോൾ ഉള്ളത് തവനൂരിലെ പ്രതീക്ഷാ ഭവനിലാണ് ഉള്ളത്. അങ്ങനെ വളമ്പാൻ റെഡി ആയിട്ട് നമ്മുടെ നാട്ടിലെ കാരണം ഒരു അസനാജി ഇങ്ങനെ ഒരു ഉദ്ഘാടന സെഷൻ പോലെ ഇങ്ങനെ കൂട്ടായ്മകൾക്കൊക്കെ വലിയൊരു മാതൃകയായിട്ട് തന്നെ തോന്നി. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് തവനൂർ നമ്മളെ പ്രതീക്ഷാ ഭവനിലാണ്. അപ്പോൾ നമ്മൾ പ്രതീക്ഷാ ഭവനിലെ നമ്മൾ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരോട് കൂടെ ഒരു ദിവസം നോമ്പ് തുറക്കാമെന്ന് വെച്ചിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ 2 വർഷങ്ങളിലായിട്ട് നമ്മുടെ മിഡ്പല്ലാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ കീഴിൽ നമ്മൾ ഒരുപാട് പേര് വന്നിട്ട് അവരുടെ കൂടെ കുറേ ടൈം സ്പെൻഡ് ചെയ്ത് നോമ്പ് തുറന്ന് അതിനുശേഷം അവരുടെ കൂടെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് തിരിച്ചു പോയി. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും നിർബന്ധമായിട്ട് നമ്മൾ വരണമെന്ന് വിചാരിച്ച് ഇന്നത്തെ ദിവസം നമുക്ക് ഡേറ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇവിടെ അന്വേഷിച്ചപ്പോൾ ഇപ്പോൾ വർഷത്തെ ഫസ്റ്റ് നോമ്പ് തുറയാണ് ഇവർക്ക്. സാധാരണ വർഷങ്ങളിൽ ഒരുപാട് നോമ്പ് തുറ അവർക്ക് വരാറുണ്ട്. ഇപ്രാവശ്യത്തെ ഫസ്റ്റ് നോമ്പ് തുറയാണ്. ആ ഒരു ഭാഗ്യം നമുക്കാണ് കിട്ടിയിട്ടുള്ളത്. മിഡ്പല്ലാറിൻ്റെ കുട്ടികളെല്ലാവരും സജീവമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയി വെക്കാം. വരും. അപ്പോൾ നമ്മൾ പോയി നോക്കാം. നമ്മൾ ടീംസൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരുപാട് വണ്ടികളിലൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ ഏകദേശം 90 ചില്ലാം അന്തേവാസികളാണുള്ളത്. പിന്നെ ഇവിടുത്തെ വർക്കേഴ്സും ഉണ്ട്. അപ്പോൾ ഏകദേശം അവരെല്ലാവരും കൂടി 115 ആൾക്കാരാണ്. പിന്നെ അത് കൂടാണ്ട് നമ്മളൊരു 35 പേരാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് നോമ്പ് തുറക്കാനുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യണം. നമ്മൾ വന്ന വണ്ടികളാണ് കേട്ടോ ഇതൊക്കെ. നമ്മൾ ഏകദേശം ഒരു 35-40 പേരുണ്ട്. അപ്പോൾ നമ്മളെ ക്യാമറ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ളത് നമ്മൾ ജുനൈദാണ് ഇന്ന് നമ്മളെ ക്യാമറ അസിസ്റ്റ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ വന്ന വണ്ടികളാണ്. കേരള സർക്കാർ സാമൂഹ്യ നീതി വകുപ്പിൻ്റെ അണ്ടറിൽ വരുന്ന കേട്ടോ ഈ പ്രതീക്ഷാ ഭവൻ. തവനൂരാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ എന്ന് വെച്ചാൽ ഈ ഓട്ടിസം അതുപോലെ അങ്ങനത്തെയൊക്കെ ബാധിച്ച് സുഖമില്ലാത്ത കുട്ടികളാണ്. അപ്പോൾ അവരെ ഫേസ് നമ്മൾ മാക്സിമം ഇതിൽ ഉൾപ്പെടുത്തില്ല. ഇതിൻ്റെ ഉള്ളിൽ ഫുൾ സൗകര്യങ്ങളുണ്ട്. അത് ഉണ്ടോ, ബാസ്ക്കറ്റ് ബോളിൻ്റെ കോർട്ടുണ്ട്. ഞാനെത്താൻ കുറച്ച് ലേറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ ടീംസ് ഇവിടെ ഫ്രൂട്ട്സ് കട്ടിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഫ്രൂട്ട്സ് കട്ടിങ് അതുപോലെ വെള്ളങ്ങൾ സെറ്റാക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഉണ്ടോ, നമ്മളെ നാട്ടിലെ സജീവ ക്ലബിൻ്റെ ഭാരവാഹികളും അതുപോലെ നമ്മുടെ കാരണന്മാരൊക്കെ ഉണ്ട്. കാരണന്മാരൊക്കെ സജീവമായിട്ട് ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനൊക്കെ ഉണ്ട് സപ്പോർട്ടായിട്ട് തന്നെ. സംഭവം നല്ലൊരു അനുഭവമായിട്ട് നമ്മളെ നാട്ടിലെ കാരണന്മാരും അതുപോലെ നമ്മളെ ഫ്രണ്ട്സ് അതുപോലെ നമ്മുടെ അനിയന്മാരൊക്കെ ഒരുമിച്ച് നമ്മളിങ്ങനെ എല്ലാം സെറ്റാക്കിയാണ്. നല്ല തമാശയൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് നല്ലതൊക്കെ. ജുനൈദ് ഇങ്ങനെ കത്തി മൂർച്ച കൂട്ടിട്ടോ ഭയങ്കരമായിട്ട്. ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി ആയിട്ടോ. നെജുമു ഷവാമ് സെറ്റാക്കി. അപ്പുറം ഷമീർ ഖാൻ ടീം ജ്യൂസ് അടിക്കുന്നുണ്ട്. ജ്യൂസല്ല, നമ്മളെ പഞ്ചസാര അടിക്കാനുണ്ടോ നമ്മളെ സർബത്തിൽക്കും അതുപോലെ ജ്യൂസൊക്കെ മിക്സ് ആക്കാൻ വേണ്ടിയിട്ട്. നമ്മളെ ജുനൈദ് അതുപോലെ കത്തിയൊക്കെ മൂർച്ച കൂട്ടിയിട്ട് പൈനാപ്പിൾ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെജുമും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പൈനാപ്പിൾ കട്ടിങ്ങിന്. നമ്മുടെ ഹുസൈൻ കാക്കിയും അദ്വാജിയും കൂടി ഷമാം ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. പിന്നെ ലൈം ഉണ്ടാക്കാൻ നമ്മുടെ നിയാസാണ് നേതൃത്വം നൽകുന്നത്. നിയാസ് നാരങ്ങ ഇങ്ങനെ ഉള്ള ബലം പ്രയോഗിച്ച് പിഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭാവയാണ് കേട്ടോ ഐഡിയകൾ പറഞ്ഞു കൊടുക്കുന്നത് നിയാസിന്. നമ്മൾ നാരങ്ങ പിഴിയുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ലൈം സ്ക്വാഷ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കാനുള്ള പ്ലാനാണ്. അങ്ങനെ നാരങ്ങ പിഴിഞ്ഞ് ഷമീർ അടിച്ച പഞ്ചസാര ഇങ്ങനെ കൊടുന്ന് ഒഴിക്കട്ടെ അതിലേക്ക്. അപ്പോൾ അങ്ങനെ അത് രണ്ടും കൂടി ഇങ്ങനെ മിക്സ് ആക്കി അതുപോലെ സ്ക്വാഷ് ഒഴിച്ചിട്ട് ഇങ്ങനെ സെറ്റ് ആക്കുകയാണ്. ജ്യൂസ് നമ്മൾ പൾപ്പ് ഉപയോഗിച്ചിട്ട് സെറ്റ് ആക്കണം കേട്ടോ. മുന്തിരിൻ്റെ പൾപ്പാണ്. അപ്പോൾ നമ്മൾ വീട്ടുകളിലൊക്കെ ഇപ്പോൾ അധികം തന്നെയാണ് ഉപയോഗിക്കാറുണ്ട്. നമ്മൾ പെട്ടെന്ന് പരിപാടി ചെയ്യും. മറ്റേ മുന്തിരിയൊക്കെ ജ്യൂസ് അടിച്ച് വരുമ്പോൾ ഒരുപാട് ടൈം എടുക്കും. നമ്മൾ ജസ്റ്റ് വെള്ളത്തിലൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ച് സെറ്റാക്കിയാൽ മതി. നമ്മൾ ജ്യൂസ് സെറ്റാക്കണം കേട്ടോ. മുന്തിരി ആകുമ്പോൾ വെച്ചാൽ പാല് കൂട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് മിക്സിയിൽ അടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എടുത്തിട്ട് വെള്ളത്തിൽ നേരെ അങ്ങോട്ട് കൊട്ടിയിട്ട് ഇങ്ങനെ മിക്സ് ആക്കിയാൽ മതി. പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നമ്മൾ ഐസ് ക്യൂബ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഓരോ ടിന്ന് പൊട്ടിച്ചിട്ട് അതിങ്ങനെ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സ് ആക്കണം കേട്ടോ. അതുപോലെ ജ്യൂസുകളുടെ പഞ്ചസാര മിക്സിയിലിട്ട് അടിച്ചിങ്ങനെ സെറ്റ് ആക്കട്ടെ. ഷമീർ തന്നെയാണ് മിക്സി ഓപ്പറേറ്റ് ചെയ്യുന്നത്. മിക്സി ഷമീർ ആർക്കും വിട്ടു കൊടുക്കുന്നില്ല കേട്ടോ. അതുപോലെ ഇത് ഈത്തപ്പഴം. അങ്ങനെ ആ ജ്യൂസിൽ ഇട്ട പഞ്ചസാരൊക്കെ ഇങ്ങനെ ഇളക്കി സെറ്റാക്കുന്ന ഐസ് ക്യൂബ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല ഇളക്കി ഇങ്ങനെ റെഡിയാക്കി വെക്കുകയാണ്. അങ്ങനെ ആൾമോസ്റ്റ് സാധനങ്ങളൊക്കെ സെറ്റായിട്ടോ. ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ട്രയലിങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇത് പൊരിക്കടി ഇട്ടോ. നമ്മൾ ഫ്രൂട്ട്സൊക്കെ താഴ്ന്ന് കട്ട് ചെയ്ത് സെറ്റാക്കി നമ്മൾ നേരെ മേലേക്ക് പോവാണ്. മുകളിലാണ് നോമ്പ് തുറക്കാനുള്ള സെറ്റപ്പ് ചെയ്യുന്നത് കേട്ടോ. ഇത് മുകളിലേക്കുള്ള കോണി. മുകളിലാണ് ഹാള് എന്ന് പറയുമ്പോൾ ഹാളിൽ വെച്ചിട്ട് ചെയ്തിട്ട്. കഴിഞ്ഞ പ്രാവശ്യങ്ങൾ നമ്മൾ താഴെ ടേബിളിൽ വെച്ചിട്ട് ചെയ്ത്. അപ്പോൾ പ്രാവശ്യം നല്ല സൗകര്യത്തോടു കൂടി മുകളിൽ ഇരുന്നിട്ട് ചെയ്യാമെന്നുണ്ടോ. അങ്ങനെ മുകളിൽ സെറ്റാക്കിക്കൊണ്ടിരിക്കും. നമ്മൾ ടീം എല്ലാവരും ഇവിടെ ഉണ്ട്. എന്താ ടീം മെമ്പേഴ്സ് നമ്മുടെ നാട്ടിലെ കാരണന്മാരൊക്കെ ഉണ്ട് കേട്ടോ. എന്താ സജീവമായിട്ട് നമ്മുടെ ക്ലബിൻ്റെ മക്കളാട്ടാ. റസൽ നിയാലൊക്കെ ഭയങ്കര ആവേശത്തിലല്ല. പിന്നെ നമ്മളെ കുട്ടികളൊക്കെ സജീവമായിട്ട് നോമ്പൊന്നും വകവെക്കാതെ പണിയെടുക്കണം കേട്ടോ. നാട്ടിലെ കാരണന്മാരൊക്കെ ഉണ്ട് സജീവമായിട്ട്. ഒരു സപ്പോർട്ട് കൂടി നമ്മളെ കൂടെ തന്നെ ഉണ്ട്. ഇത് നമ്മുടെ മിഡ്പല്ലാറിൻ്റെ ഒഫീഷ്യൽ ക്യാമറാമാനാട്ടോ സ്വാനിത്. ഇത് സ്ഥലം സൗകര്യപ്പെടുത്തിക്കൊണ്ടിരിക്കട്ടെ. നോമ്പ് തുറക്കാനുള്ള ഇതിൽ സ്ഥലം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സാധനങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. കേട്ടോ ഫ്രൂട്ട്സ് അവിടെ പ്ലേറ്റ് വെച്ചിട്ട് അങ്ങനെ നിർത്താതല്ലോ.
ഇത് നമുക്ക് ഫ്രൂട്ട്സ് ഐറ്റംസ് ഉള്ളത് ഇതാ ബത്തക്ക തണ്ണിമത്തനുണ്ട്, അതുപോലെ ബുർത്തക്കാൽ, ഷമാമ്, പിന്നെ ഇവിടെ 2 ഐറ്റം കൂടി ഉണ്ട് കേട്ടോ. ഇവിടെ പൈനാപ്പിൾ ഉണ്ട്, അതുപോലെ മുന്തിരി, പിന്നെ നമ്മൾ പൊരിക്കടിയാണ് പക്കവട, പിന്നെ 2 ഐറ്റം ജ്യൂസ്. ഇത്ര ഐറ്റംസാണ് നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് സെറ്റാക്കിയിട്ടുള്ളത്. അതിനുശേഷം നല്ല നെയ്ച്ചോറും ബീഫ് കറിയും ഉണ്ട് കേട്ടോ. ഇനി ഓരോ പ്ലേറ്റിലാക്കിയിട്ട് സെറ്റാക്കിയാണ്. ഇപ്പോൾ എല്ലാം കൂടി ട്രയൽ സെറ്റാക്കി ഇനി ഓരോരോ ട്രയലാക്കിയിട്ട് നോമ്പ് തുറക്കാനുള്ള ലെവലിലേക്ക് സെറ്റാക്കണം കേട്ടോ. മുന്തിരി പൊരിക്കടി ഇവിടെ ഉണ്ട്. പക്കോട അല്ലേ, അങ്ങനെ ഓരോരോ പാക്കറ്റ് ആയിട്ടാണ് പക്കോട ഉള്ളത്. എത്ര 5 കിലോടാ പക്കോട? 5 കിലോ 5 കിലോ പക്കോട കേട്ടോ. നമ്മളെ യുവാക്കൾക്ക് ആവേശം പകർന്നുകൊണ്ട് നമ്മളെ അദ്വാജിയൊക്കെ ഉണ്ട്. മാഷാ അല്ലാഹ്, നമ്മളിങ്ങനെ ഇവിടെ സെറ്റാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മളെ ക്ലബിൻ്റെ ഒക്കെ സഹകാരി നമ്മുടെ സലാമുട്ടി നമ്മളെ കൂടെ ഉണ്ട്. അപ്പോൾ സലാമുട്ടി പറയും ഇവിടുത്തെ അനുഭവം എന്താ എങ്ങനെയാന്നുള്ളതൊക്കെ. സലാമുട്ടി, അപ്പോൾ ഇപ്രാവശ്യം ആദ്യമായിട്ടല്ല നമ്മൾ ഇവിടെ നോമ്പ് തുറക്കാൻ വരുന്നത്. കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ വന്നിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ ഒരു അനുഭവം, എന്താ ഈ കാര്യങ്ങളൊക്കെ പറ്റി എന്താണ് പറയുക? നേരിട്ട് കണ്ട് മനസ്സിലാക്കാനോ വേണം. കാരണം നമ്മളെപ്പോലത്തെ വലിയ വലിയ മനുഷ്യന്മാർ, ഇപ്പം ഞാനവിടെ പോയി നോക്കുമ്പോൾ അവർ എന്നോട് ഒരു വാച്ച് കൊണ്ടാ എന്നെ വിഷുവിന് കൊണ്ടുപോകാൻ വരുമോ എന്നൊക്കെയാണ് എന്നോട് ചോദിക്കുന്നത്. ഓരോ പുതിയകൾ ഇങ്ങനെ പറയാറല്ല, അവരെ പുതിയകൾ പറയും. നമ്മളെപ്പോലത്തെ മക്കളാണ്, ടൗസർ ഇട്ടിട്ടാണ് നടക്കുന്നത്. ഇവിടെ വന്ന് എല്ലാവരും കാണേണ്ട ഒരു കാഴ്ചയാണ്. വളരെ ശരിക്കും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുമ്പോഴാണ് നമ്മളെ ജീവിതം എത്രത്തോളം സംഭവിക്കാൻ നമുക്ക് ഇതാവുള്ളൂ, പഠിച്ചോളുള്ള സ്തുതിയും കാര്യങ്ങളൊക്കെ വരുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ശരിക്കും നമ്മളിവിടെ ഇങ്ങനെ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കണം, അവരുടെ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം അല്ലേ. അതുകൊണ്ട് എല്ലാവരും ഇവിടെ വന്നൊന്ന് സന്ദർശിക്കണം, നമുക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യണം. പ്രത്യേകിച്ച് ഇങ്ങനത്തെ നല്ല നല്ല ക്ലബ്ബുകൾ, കൂട്ടായ്മകളൊക്കെ അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഒന്നും കൂടി മുൻഗണന കൊടുത്തിട്ട് ഇങ്ങനത്തെ ഓരോ ചേർത്ത് പിടിക്കണം നമ്മുടെ ജീവിതത്തിൽ. അതാണ് വേണ്ടത്. എന്തായാലും താങ്ക് യു സലാമുട്ടി. പ്രവർത്തകരൊക്കെ ഭയങ്കര തിരക്കിലാട്ടോ, അത് ഫില്ല് ചെയ്യുന്നത് അതുപോലെ കൊണ്ടുപോയി സെറ്റാക്കി വെക്കുന്നുണ്ടോ. ഷഫീഖൊക്കെ കടയിൽ നിന്നൊക്കെ നേരത്തെ ഇറങ്ങിയിട്ട് നന്നായിട്ട് വന്ന കേട്ടോ. ക്ലബിൻ്റെ ഒരു സപ്പോർട്ടീവ് ആളുകൾ നമ്മുടെ ഒരു പ്രതിനിധി കൂടിയാണ് ഇസാഖ് സക്കാഫി. അപ്പോൾ അദ്ദേഹം നമ്മളോട് പറയുന്നത് ഇപ്പോൾ ഉള്ളത് തവനൂരിലെ പ്രതീക്ഷാ ഭവനിലുള്ളത് നമ്മുടെ കേരള സർക്കാർ നടത്തുന്ന ഒരു സ്ഥാപനമാണ്. സൗത്ത് പല്ലാറിലെ മിഡ് പല്ലാർ എന്ന ക്ലബ്ബ് വർഷങ്ങളായി ഈ പരിപാടി നടത്തുന്നുണ്ട്. ഈ വർഷത്തെ ആദ്യത്തെ ഇഫ്താർ ഈ പ്രാവശ്യം മിഡ് പല്ലാറാണ്. കഴിഞ്ഞ വർഷം ഒരുപാട് ആളുകളെ ഏറ്റെടുത്ത് നടത്തിയിരുന്നു. ഇപ്രാവശ്യം ഇപ്പോൾ ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ആരും ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളതൊക്കെയാണ്. ഒരുപാട് പ്രവർത്തകന്മാർ ഇവിടെ അവർക്ക് വേണ്ടി നമ്മളുടെ ഈ പ്രതീക്ഷാഭവനിലെ ബുദ്ധിക്ക് ഒരുപാട് തകരാറുകൾ സംഭവിച്ച കുറേ മക്കളുണ്ട് ഇവിടെ. അവർക്ക് വേണ്ടിയിട്ടുള്ള ഇഫ്താറാണ് നമ്മുടെ ഈ മിഡ് പല്ലാർ എന്ന ക്ലബ്ബ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുന്ന ഒരുപാട് ഇവർക്കൊക്കെ ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിയുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അവരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ഒരു നേരത്തെ ഭക്ഷണമോ അല്ലെങ്കിൽ ഇഫ്താറോ ഒരുക്കി കൊടുക്കാനുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്യണം. മിഡ് പല്ലാർ ഇങ്ങനത്തെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഇവിടുത്തെ ഈ മക്കൾക്ക് തന്നെ 3 വർഷത്തോളമായി ഇവർ ഈ ഇഫ്താർ കൃത്യമായി എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ പാവപ്പെട്ട രോഗികൾക്കുള്ള മരുന്ന്, പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടിയുള്ള ചികിത്സാ സഹായങ്ങളൊക്കെ നമ്മുടെ ഈ സൗത്ത് പല്ലാറിലെ ഈ മിഡ് പല്ലാർ എന്ന വലിയ കൂട്ടായ്മ ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങളൊക്കെ സഹായ സഹകരണങ്ങൾ ഇവർക്ക് ഇനിയും ഉണ്ടാകണം. ഈ ഇഫ്താറിന് വേണ്ടി തന്നെ ഒരുപാട് ആളുകൾ സഹായിച്ചവരും സഹകരിച്ചവരുമുണ്ട്. അവർക്കൊക്കെ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും അള്ളാഹു നൽകുമാറാകട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും സഹായിക്കണം, സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തും. കേട്ടോ, നമ്മൾ പ്രവർത്തകർ ഷോപ്പൊക്കെ പൂട്ടിയിട്ട് നിരന്തരം വന്നുകൊണ്ടിരിക്കുക സജീവമായിട്ട്. നമ്മുടെ നാട്ടിലെ കാരണവന്മാരെന്തൊക്കെ ആയിട്ട് ഇതാ നമ്മുടെ നാട്ടിലെ ഹക്കീം ക എത്തിയിട്ടുണ്ട്, നൗഷാദ് ക ലൈവല്ല നമ്മൾ വീഡിയോ എടുക്കുന്നത്. ഇതാ അബുട്ടി സാഹിബാണ് കേട്ടോ ഇതിൻ്റെ ചുക്കാനൊക്കെ പിടിച്ച് നമുക്ക് ഇതിൻ്റെ ഇവിടെ കോൺടാക്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ റെഡിയാക്കി തന്നത്. മനോക്ക, എന്തായാലും വളരെ സന്തോഷമുണ്ട്. നമ്മളെ നാട്ടിലെ ഒരുപാട് യുവാക്കളും പ്രായമുള്ളവരും എല്ലാവരും കൂടി ഒരുമിച്ചിട്ട് കണ്ടില്ല അങ്ങനെ സജീവമായിട്ട് ചെയ്യുന്നത്. അൻസൊക്കെ ഡ്യൂട്ടി പകുതി നിർത്തിയിട്ട് ഓടി വന്നോട്ടോ അല്ല അൻസ?
ഡ്യൂട്ടിയൊക്കെ പകുതിക്കിട്ട് ഒന്നല്ല, ഇതിനുള്ള ആത്മാർത്ഥത കഴിഞ്ഞ 2 വർഷമായിട്ട് പങ്കെടുത്ത ആൾക്കാരാണ്. അപ്പം അതിൻ്റെ ആ ഒരു അനുഭവം ഭയങ്കരമായിരുന്നു. റസലൊക്കെ സജീവമായിട്ട് നമ്മുടെ ക്ലബിൻ്റെ പ്രതിനിധികളാണ്. ഞാല ഉഷാറല്ലേ? എന്താണ് നോമ്പ് ക്ഷീണമുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ ക്ലബിലുള്ള മെമ്പറല്ലാതെ നമ്മുടെ ഒരു ഗസ്റ്റ് നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ പുള്ളി സ്വയം ഒന്ന് പരിചയപ്പെടുത്തും, അതുപോലെ ഇവിടുത്തെ ഒരു അനുഭവം നമ്മളായിട്ട് പങ്കുവെക്കും. അസ്സലാമു അലൈക്കും. സിറാജ് അല്ല പേര്. അപ്പോൾ ഇവിടെ ഈ ഒരു സംഭവമൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? എന്താണ് ഈ ഒരു യുവ കൂട്ടായ്മയെ പറ്റിയിട്ട് അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യണമെങ്കിൽ നല്ലതായിരുന്നു. ഞാൻ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഈ പ്രോഗ്രാമിലേക്ക് എത്തിയത്. എൻ്റെ സുഹൃത്ത് റിഷാദ്, ഞങ്ങൾ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ ഒരേ ബാച്ചായിരുന്നു. അദ്ദേഹം വേറെ ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നെങ്കിൽ ഞങ്ങൾ വലിയ സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ ഞാനിന്ന് ഒരു വീക്കെൻഡ് ആയതുകൊണ്ട് ഒന്ന് കുറ്റിപ്പുറം തിരുനാവായ പ്രദേശങ്ങളൊക്കെ ഒന്ന് കാണാം എന്നുള്ള അർത്ഥത്തിൽ ഇറങ്ങിയതായിരുന്നു. ആ സമയത്താണ് റിഷാദ് ഇങ്ങനെ ഒരു ക്ലബ്ബ് ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ടെന്നും അതൊരു 3 വർഷമായിട്ട് തുടർച്ചയായി ചെയ്യുന്നുണ്ടെന്നും ഇതുപോലെയുള്ള രോഗികൾക്കുള്ള സഹായങ്ങളടക്കമുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായിട്ട് ഇവരുണ്ടെന്നൊക്കെ ഉള്ളത് പരിചയപ്പെടുത്തുന്നത്. അൽഹംദുലില്ലാഹ് ഇവിടെ എത്തിപ്പെടാനും ഇവരുടെ ഒരുക്കങ്ങൾ കാണാനും കഴിഞ്ഞതിൽ വലിയ സന്തോഷം. ഒരർത്ഥത്തിൽ നമ്മുടെ നാട്ടിലുള്ള മറ്റ് യുവ സംഘടനകൾക്ക്, കൂട്ടായ്മകൾക്കൊക്കെ വലിയൊരു മാതൃകയായിട്ട് തന്നെ തോന്നി. എങ്ങോട്ട് കയറി വരുമ്പം തന്നെ ഇവിടെയുള്ള അന്തേവാസികളെ ഒരു കുറഞ്ഞ നേരം ഒന്ന് സംസാരിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അവർക്ക് നമ്മളൊക്കെ കാണുമ്പോൾ വലിയൊരു സന്തോഷമുണ്ട്. അപ്പോൾ ആ നിലയിലൊക്കെ ചിന്തിക്കുമ്പോൾ ഇടയ്ക്കിടെ ഇങ്ങനെയുള്ള സന്ദർശനങ്ങൾ നമ്മുടെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സമൂഹത്തിൽ ഉത്തരവാദിത്വം കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. അതിനപ്പുറത്ത് ഇവിടുത്തെ അന്തേവാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ പരിഗണനയും സ്നേഹവും സമൂഹത്തിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ള ഒരു വലിയൊരു കാര്യം എനിക്ക് തോന്നി. എല്ലാവിധ സന്തോഷങ്ങൾ അറിയിക്കുകയാണ്. പ്രത്യേകിച്ചും വിശുദ്ധമായുള്ള ഒരു മാസത്തിൽ നിങ്ങളിങ്ങനെയൊക്കെ ഒരാശയം മുന്നോട്ട് വെക്കുന്നു, അതിനുവേണ്ടി ഒരുമിച്ച് കൂടുന്നു, നിങ്ങളതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു, സാമ്പത്തികമായും അല്ലാതെയും ശാരീരികമായിട്ട് ഒരുമിച്ച് കൂടുന്നു. എനിക്ക് വലിയ സന്തോഷം തോന്നി, വലിയ അത്ഭുതം തോന്നി. വലിയ മാതൃകയാവട്ടെ, കൂടുതൽ പേര് ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഉയർന്നു വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓക്കെ, എന്നാലും മറ്റുള്ള കൂട്ടായ്മകൾ അതുപോലെ ഇതുപോലത്തെ ക്ലബ്ബുകളൊക്കെ ഇതുപോലത്തെ കാര്യങ്ങൾക്ക് മുന്നിട്ട് വന്ന് ഇവരെ കൂടെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യുക പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. കാരണം നമുക്ക് പഠിച്ചവൻ എത്രത്തോളം അനുഗ്രഹം തന്ന് നമ്മളിവിടെ വന്നപ്പോൾ ശരിക്കും നമുക്ക് ഫീൽ വരും. അപ്പോൾ ശരിക്കും നമ്മൾ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കണം, എന്നാലാണ് നമ്മുടെ ജീവിതം എത്രത്തോളം നമുക്ക് സമ്പൽക്കരമാണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്തായാലും ഓക്കെ, താങ്ക് യു. നമ്മുടെ കാര്യം ഷെയർ ചെയ്തു. എനിക്ക് വലിയ സന്തോഷം. ഓക്കെ ഓക്കെ, അസ്സലാമു അലൈക്കും. ഏകദേശം ബാങ്ക് കൊടുക്കാനുള്ള സമയം തുടങ്ങിയിട്ടോ, ഒക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടുത്തെ ആൾക്കാരാണ് ആദ്യം മുൻഗണന കൊടുക്കുന്നത്. അവരെ വിളിച്ച് അവരെ ഇരുത്തുന്നതാണ്. ഉണ്ടാവും ജസ്റ്റ് അവരിങ്ങനെ വന്ന് ഇരിക്കുന്നുണ്ട്. അവരാണ് ലൈനിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ ഇങ്ങനെ വരിക്കി ഇരിക്കുന്നുണ്ട്. ഒരു ലൈനിൽ ഇരുന്ന് അടുത്ത ലൈൻ ഇങ്ങനെ ഇരുത്തിക്കൊണ്ടിരിക്കുക. അവരെ പോയി സപ്പോർട്ട് ചെയ്തുകൊണ്ട് വേണം നമ്മൾ നിൽക്കാൻ. കാരണം നമ്മൾ പറഞ്ഞാൽ പെട്ടെന്ന് അവർക്ക്, അപ്പോൾ അവർ സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഉണ്ട് സപ്പോർട്ട് ചെയ്തിട്ട്. ബാങ്ക് കൊടുത്തു, ബാങ്ക് വിളിച്ചു കേട്ടോ. ബാങ്ക് വിളിച്ച് സൗണ്ട് കേൾക്കുന്നുണ്ട്. നോമ്പ് തുറന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നോമ്പ് തുറന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ വട്ടം കൂടി തിന്നിട്ട് ഒരു സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മളെല്ലാവരും കൂടി ഇതാ കൂടി തിന്നെ സ്ഥലമൊക്കെ മുന്നിൽ വെച്ച് കല്ല ഈത്തപ്പഴം കൊണ്ട് വെച്ചിട്ട് ക്ലബിൻ്റെ പ്രസിഡന്റ് സാബിത്ത് നല്ല പ്രവർത്തകരൊക്കെ ക്ഷീണിച്ചിട്ടോ. ഉപയോഗ ക്ഷീണിച്ചോ? നല്ല അടിപൊളി ജ്യൂസ് ഉണ്ടായിരുന്നു. പൾപ്പില്ലേ? പൾപ്പ് മുന്തിരി ഉഷാറായിക്കണം. നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള അടുത്താണ്. ഭക്ഷണം എന്താണ്? നെയ്ച്ചോറും ബീഫ് കറി അല്ലേ? നെയ്ച്ചോറും ബീഫ് കറിയാ? കഴിഞ്ഞ കൊല്ലത്തെ ഉഷാറായിരുന്നു. നിസ്കാരം കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പരിപാടി നാട് പോയാൽ ഇവിടെ നിസ്കരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് പേര് ഇവിടെ നിന്ന് ജമാഅത്തെ നിസ്കരിച്ച്, ബാക്കിയുള്ളവർ കുറച്ച് പേര് അപ്പുറത്ത് പള്ളി ഉണ്ടായിരുന്നു. അപ്പോൾ പള്ളിയിൽ പോയിട്ടോ. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകട്ടോ. അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന ഏരിയ ഇവിടെയാണ്, ടേബിളും ബെഞ്ചും. നമ്മൾ ഫുഡ് സെറ്റ് ആയിക്കൊണ്ടിരുന്ന കേട്ടോ. നെയ്ച്ചോറാണ് നമ്മൾ സ്പെഷ്യലായിട്ടുള്ള നെയ്ച്ചോറും ബീഫ് കറിയാണ്. നെയ്ച്ചോറ് അതുപോലെ നല്ല ബീഫ് കറിയാണ് കേട്ടോ. ബീഫ് കറി നല്ല ബീഫ് കറി കൻസാണ് വിളിച്ചിട്ടുണ്ടല്ലേ? നെയ്ച്ചോറ കൻസാൻ നെയ്ച്ചോറ് പാല് റെഡി. സലാഡ് സെറ്റായിട്ടുണ്ട്. അങ്ങനെ കറി ഞങ്ങളും ഉണ്ടാക്കാൻ ട്രയലാക്കിക്കൊണ്ടിരിക്കട്ടെ. ഷമീർ റാഷിയും കൂടിയാണ് ആക്കുന്നത്. അങ്ങനെ വിളമ്പാൻ റെഡി ആയിട്ട് നമ്മുടെ നാട്ടിലെ കാരണം ഒരു അസനാജി ഇങ്ങനെ ഒരു ഉദ്ഘാടന സെഷൻ പോലെ ഇങ്ങനെ വിളമ്പാണ്. അങ്ങനെ നമ്മളെ കാരണന്മാരൊക്കെ ഉണ്ട് കേട്ടോ. ഓരോരുത്തർ ഓരോ ഐറ്റം ഇങ്ങനെ വിളമ്പാണ്. കറിയുണ്ട്, സലാഡ് ഉണ്ട്. കൊടുക്കുന്നുണ്ട് സലാഡ്, ബുസ്തങ്കാക്ക
നാട്ടിലെ കാരണന്മാരൊക്കെ ഫുൾ സപ്പോർട്ടോട് കൂടിയിട്ടാ. അപ്പം ഇൻഷാല്ലാ ഇത് വാങ്ങിച്ച് പോണ്. ഈ ബോട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നത് അത് മരുന്നുകളാട്ടോ. അത് ഓരോരുത്തർക്കുള്ള മരുന്നുകൾ ഇങ്ങനെ ഇട്ട് വെച്ച് ഓരോരുത്തരുടെ പേര് എഴുതിയിട്ട് അപ്പോൾ ഭക്ഷണത്തിന് ശേഷം ഓരോരുത്തർക്കുള്ള അവരിങ്ങനെ എടുത്തു കൊടുക്കും. നമ്മളെ പ്രവാസികളുടെയും കാരണന്മാരൊക്കെ ഫുൾ സപ്പോർട്ടുണ്ടോ നമുക്ക്. സലാഡുണ്ട്, സലാഡുണ്ട്. ഡിസ്പ്ലേ ഇങ്ങനെ നിരത്തി വെച്ച് ഓരോന്നിങ്ങനെ കൊടുത്ത് നിരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഓരോരുത്തരായിട്ട് ഒന്ന് കഴിക്കും. അതിനുശേഷം പിന്നെ അവർ മെഡിസിൻ കാര്യങ്ങളൊക്കെ കഴിക്കും. അങ്ങനെ വളമ്പി കൊടുക്കാൻ എല്ലാവർക്കും നമ്മൾ അവസരം ഇങ്ങനെ കൊടുക്കും കേട്ടോ. എല്ലാവരും വെച്ചാൽ ഒരു സന്തോഷമുള്ള കാര്യമല്ലേ, നമ്മളെ കൈ കൊണ്ട് ഇങ്ങനെ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ഇത് എല്ലാവർക്കും അവസരം ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഒരാളെ നമ്മുടെ അടുത്ത് ഓടി വന്ന് പറയാം ഇന്ന് ഇറച്ചിയും ചോറാണ്, ഇന്ന് ഇറച്ചിയും ചോറാണ്, ഭയങ്കര സന്തോഷത്തിൽ. അപ്പോൾ അത് ചിലപ്പോൾ നമുക്കൊരു സന്തോഷം കാരണം നമുക്ക് അവർക്ക് മോനെ ഇട്ട് തരാൻ ഭയങ്കരമല്ല. നമ്മൾ റിഷാദാണ് കൊടുക്കുന്നത്. സലാഡ് കൊടുത്തു. നമ്മുടെ ക്ലബിൻ്റെ ഖത്തർ പ്രതിനിധി ജുനൈദ് ശരിക്കും നല്ലൊരു ഹാപ്പി മൊമെൻ്റ് അല്ല നമുക്ക് ശരിക്കും. നമുക്ക് കാരണം സർവേ ചെയ്യാൻ പറയുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടം. കാരണം അവർക്കൊക്കെ കാണുമ്പോൾ ചെക്ക് മരുന്നുകളാണ് അവർക്ക് കൊടുക്കാനുള്ളത്. എന്നാലും അൽഹംദുലില്ലാ അത് കാരണം കുറച്ചെങ്കിലും വെച്ചതാണ് അവർക്ക് സന്തോഷം കിട്ടിയല്ലോ. സാധനം ഉണ്ടാവും ഇതൊക്കെ ഫില്ലാക്കി വെച്ചിട്ടുണ്ട്. ഒക്കെ ഫില്ലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ സൗഹൃദം പങ്കെടുട്ടെ നമ്മൾ അവർ എന്താ തോളിലൊക്കെ കൈയിട്ടിട്ട് മാഷാല്ലാ ഹാപ്പി. നമ്മളൊക്കെ അത്രയും ഹാപ്പിയാണ് അവരൊക്കെ. നമ്മളെ കാരണന്മാർക്ക് നമുക്ക് പെട്ടെന്ന് വരും കാരണം നോമ്പിന് തറാവിയൊക്കെയുള്ളതല്ല. അപ്പോൾ അവരെ നേട്ടങ്ങൾ ഒഴിവാക്കി കൊടുത്തന്നെ നമ്മൾ ഇവിടെ സീറ്റ് റെഡി ആക്കി കൊടുത്തിട്ടുണ്ട് അവർക്ക് കേട്ടോ. ഭക്ഷണം ഇവിടെ അടുത്ത സെറ്റ് റെഡി ആക്കിയിട്ടുണ്ട്. കറി അറിയിക്കണേ ചോറിട്ട് കൊടുക്ക്. നീ ചോറ് കറി വെച്ചിട്ടുണ്ടെങ്കിൽ കറി വെച്ചു കൊടുക്കാം. കൂട്ടമായി കരുതിട്ടാ. അവരെല്ലാവരും ഇങ്ങനെ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടാ. അവർക്ക് ഓരോ ഫിക്സഡ് സീറ്റാന്ന് തോന്നുന്നു, അറിയില്ല. അങ്ങനെ ഓരോരുത്തർ കറക്റ്റ് സ്ഥലത്ത് ഇങ്ങനെ വന്നിരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ ചിലവർക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്, അവർക്ക് അവർ തന്നെ പരസ്പരം അങ്ങോട്ടും വാരി കൊടുത്തിട്ടൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. കൈ കഴിക്കുന്ന സ്ഥലട്ടാ. അങ്ങനെ അവിടെ വെച്ച് നമ്മളൊരു ഫോട്ടോ സെഷൻ ആക്കട്ടെ. നമ്മൾ കൂടെ വന്നവരെല്ലാവരും കൂടിയിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ കാരണന്മാരും പ്രവർത്തകരെല്ലാവരും കൂടി ഒരുമിച്ച് നിന്നിട്ട് ഫോട്ടോക്കുള്ള സെറ്റപ്പ് റെഡിയാക്കണം. കാരണന്മാർ തിരിച്ചു പോയിട്ടാ. അതായത് നമ്മൾ നേരത്തെ ഒന്ന് കഴിഞ്ഞ് ബാക്കി നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ പോകും. പോട്ടെ നേരെ എത്താ. ഓക്കെ അൽഹംദുലില്ലാ ഇൻഷാ അല്ലാഹ്. ഓക്കെ നഞ്ഞി വരെ നമുക്ക് ഫുഡ് കഴിക്കാം. ഞങ്ങളെ ഭക്ഷണം കഴിക്കാൻ പോണേ. എല്ലാവരും ഇരിക്കുന്നുണ്ട്. നമ്മൾ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യണേ. അവിടുത്തെ ഉദ്യോഗസ്ഥരാണ്. അങ്ങനെ പേയ്മെൻറ്റ് ചെയ്തിട്ടാ. ഇവിടെ മൊത്തത്തിൽ ഇവിടുത്തെ ആൾക്കാർക്ക് ഫുഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ബീഫ് കറിയും നെയ്ച്ചോറാണെങ്കിൽ 9,000 രൂപയാണ്. പിന്നെ നമ്മൾ വന്ന ആൾക്കാർ കുറച്ച് കൂടുതലുണ്ടായിരുന്നല്ലോ, അപ്പോൾ 5 പേർക്ക് അതിൻ്റെ കൂടെ അലോഡാണ്. ബാക്കി വരുന്ന ഓരോ ആൾക്കും 100 രൂപ വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ഒരു 12,000 രൂപ വന്ന് അപ്പോൾ അത് നമ്മൾ പേ ചെയ്തു. ഇതാണ് കേട്ടോ ഇവർക്ക് ഫുഡ് കൊടുക്കാനുള്ള എമൗണ്ടുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരും. പിന്നെ ഇത് ഗവൺമെൻറ്റിന് അണ്ടർ വരുന്ന സ്ഥാപനമായതുകൊണ്ട് തന്നെ ഫുഡും കാര്യങ്ങളും ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് നോർമൽ ഫുഡാണ്. ഇപ്പോൾ രാത്രികളിൽ ചെറിയ ഫുഡ് ഉണ്ടാവുള്ളൂ, പിന്നെ ഉച്ചക്ക് കഞ്ഞി അങ്ങനെയൊക്കെയാണ്. അപ്പോൾ സ്പെഷ്യൽ ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് വന്ന് കൊടുക്കണം. അപ്പോൾ അതിനാണ് നമ്മളൊക്കെ നമ്മളൊക്കെ കൊടുക്കുന്നത്. ഏകദേശം സമയം 8 മണി കഴിഞ്ഞ് നമ്മളെ കൂടെയുള്ള കാരണന്മാരൊക്കെ നമ്മൾ നേരത്തെ ഭക്ഷണം കഴിച്ച് വിട്ട് ഞങ്ങൾ ഇവിടെ സെറ്റിൽമെന്റ് ഒക്കെ കഴിഞ്ഞ്. എന്നാലും ഭയങ്കര സന്തോഷം മനസ്സിന്. നമ്മളെ കൊണ്ട് ഇത്രയും ആൾക്കാർ 100 ആൾക്കാർക്ക് നല്ല ഭക്ഷണം കൊടുത്ത് അവരുടെ കൂടെ നല്ല ടൈം സ്പെൻഡ് ചെയ്ത് ഹാപ്പി മൊമെന്റ്സിൽപ്പെട്ട കുറച്ച് കാര്യമായിരുന്നു. എന്തായാലും വളരെ സന്തോഷമുണ്ട്. നമ്മളെ ടീമൊക്കെ സപ്പോർട്ടായിട്ട് ഫുൾ സജീവമായിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫ്രൂട്ട്സ് കൊടുന്ന് കട്ട് ചെയ്യലും അവർക്ക് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കലും അങ്ങനെയൊക്കെ. അതുപോലെ ഇവിടെ ഫുഡ് ഇവിടെ ഉണ്ടാക്കിയിരുന്നത് നെയ്ച്ചോറും ബീഫ് കറി ആയിരുന്നു. ഒരു രക്ഷയില്ല കേട്ടോ, ടേസ്റ്റ് നല്ല സൂപ്പറായിരുന്നു. എന്തായാലും വളരെ സന്തോഷം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇവിടുത്തെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ നമ്മൾ വീഡിയോയിൽ ഇടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അതിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ വന്നിട്ട് ഇവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക. അതുപോലെ അവർക്ക് നല്ല ഭക്ഷണങ്ങൾ കൊടുക്കാം. അപ്പോൾ ഇനി നിങ്ങൾക്ക് വരാൻ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്തിട്ട് ആ എമൗണ്ട് കൊടുത്താൽ അതിനുള്ള ഭക്ഷണം അവർ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത് എല്ലാവരും മാതൃകയാക്കിയിട്ട് പ്രത്യേകിച്ച് ഈ നോമ്പ് കാലത്ത് ഇപ്പോൾ പ്രാവശ്യത്തെ ഫസ്റ്റ് ഒരു നോമ്പ് തുറയാണ് ഇവർ കിട്ടുന്നത്. സാധാരണ വർഷങ്ങളിൽ 4-5 കിട്ടാറുണ്ടായിരുന്നു. ഇപ്പോൾ ഫസ്റ്റത്തെ നമ്മളുതാണ് കിട്ടുന്നത്.
അപ്പോൾ ഇനിയും നമുക്കൊരു 10-20 നോമ്പുണ്ട്. അതിൻ്റെ ഇടയിൽ കഴിയുന്നവരൊക്കെ ഒന്ന് ഇവർക്കൊരു നോമ്പ് തുറക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണം നല്ലതാണ്. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ. വളരെ സന്തോഷം. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ ഫുള്ള് കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായിട്ട് ഒന്ന് ലൈക്ക് ചെയ്തേക്ക്. അതുപോലെ നമ്മുടെ ഇങ്ങനത്തെ പുതിയ വീഡിയോസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാമായിരിക്കും. ബൈ.